നികുതി ഇളവുകൾ, നിക്ഷേപ പദ്ധതികൾക്കുള്ള ഇളവുകൾ, ചില ഇടപാടുകൾക്കുള്ള നികുതി ഇളവുകൾ, ആസൂത്രണത്തിനുള്ള നികുതി ആനുകൂല്യങ്ങൾ എന്നിങ്ങനെ നീട്ടങ്ങളുടെ ലിസ്റ്റ് നീളുകയാണ്. നികുതിദായകർക്കും നികുതിദായകരല്ലാത്തവർക്കും എല്ലാ വരുമാന ഗ്രൂപ്പുകളിൽ നിന്നുമുള്ള ആളുകൾക്കും ഈ പ്രഖ്യാപനങ്ങൾ ഗുണം ചെയ്യും. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ വഴി ലക്ഷങ്ങളുടെ നേട്ടം ഉപയോക്താക്കൾക്ക് ലഭിക്കും. ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട ചില ഗെയിം ചേഞ്ചർ പ്രഖ്യാപനങ്ങൾ നോക്കാം. നികുതി വ്യവസ്ഥ സ്ലാബ് പരിഷ്കരണമാണ് ഏറ്റവും പ്രധാനം. പുതിയ പ്രഖ്യാപനത്തോടെ 12.75 ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനക്കാർ ലത്തീൻ നികുതി നൽകേണ്ടതില്ല. കഴിഞ്ഞ വർഷം വരെ ഈ പരിധി 7.75 ലക്ഷം രൂപയായിരുന്നു. വാടകയുടെ വാർഷിക TDS പരിധി 2.40 ലക്ഷം രൂപയിൽ നിന്ന് 6 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട്. വാടക വരുമാനത്തെ ഉപജീവനത്തിനായി ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് ഇത് വലിയ ആശ്വാസമാകും. മുതിർന്ന പൗരന്മാർക്കുള്ള പലിശ ഇളവ് പരിധി 50,000 രൂപയിൽ നിന്ന് 1 ലക്ഷമായി ഉയർത്തി. ഇത് പ്രായമായ വ്യക്തികൾക്ക് വളരെ നേട്ടമാകും, പ്രത്യേകിച്ച് ബാങ്കുകളിലും മറ്റ് സ്ഥിര നിക്ഷേപം നടത്തിയവർക്ക്. പുതിയ നികുതി വ്യവസ്ഥയിൽ ദേശീയ സേവിംഗ്സ് സ്കീമിൽ നിന്നുള്ള പിൻവലിക്കലുകളെ നികുതി രഹിതമാക്കി. പഴയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിലുള്ള നികുതിദായകർക്ക് 1961 ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80C പ്രകാരം ഈ സാമ്പത്തിക വർഷം 1.50 ലക്ഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് നികുതി ആനുകൂല്യങ്ങൾ ക്ലെയിം ചെയ്യാം. മുമ്പ് സാധാരണ NPS അക്കൗണ്ട് ഉടമകൾക്ക് മാത്രമായിരുന്നു നികുതിരഹിത പിൻവലിക്കൽ ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ ബഡ്ജറ്റ് വാത്സല്യ അക്കൗണ്ട് ഉടമകൾക്കും ഈ നേട്ടം പകർന്നു. റിട്ടയർമെന്റ് ഫണ്ടുകളിൽ ഗണ്യമായ നികുതി ലഭിക്കലിന് ഇത് വഴിയൊരുക്കുന്നു. ആദായനികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി പ്രസക്തമായ മൂല്യനിർണ്ണയ വർഷാവസാനം മുതൽ 2 വർഷത്തിൽ നിന്ന് 4 വർഷമായി വർദ്ധിപ്പിച്ചു. ഇത് പലർക്കും പിഴകൾ ഒഴിവാക്കാനും പണം ലഭിക്കാനും സഹായിക്കും.